കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ പോയ കാര്യം എന്തായി മകളെ? അവരുടെ ആ ശുഭകാര്യം നടക്കാതെ ഞാൻ തടസ്സപ്പെടുത്തി ഗുരുദേവാ. നല്ല കാര്യം മകളെ, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിന്റെ പ്രഭുവിനെ രക്ഷിക്കണമെന്നാണെങ്കിൽ അർജുനെ കൊല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഈ പൗർണമി കഴിയുന്നതിന് മുൻപ് അത് സംഭവിക്കുകയും വേണം. നീ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ കാര്യത്തിനാണ് മകളെ. ഉറപ്പായും ചെയ്തിരിക്കും ഗുരുദേവ. അങ്ങ് പറഞ്ഞ ആ സമയം തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ കാര്യം ചെയ്ത് തീർത്തിരിക്കും. നാളെ രാവിലെ തന്നെ മല്ലിയുടെ രൂപത്തിൽ ഞാൻ ആ വീട്ടിലേക്ക് പോകും. ഭവാനി അർജുന്റെ അടുത്തില്ലാത്ത സമയം നോക്കി ഞാൻ ആ അർജുനെ കൊത്തിക്കൊന്ന് എന്റെ ഒരുപാട് നാളത്തെ ദേഷ്യം ഞാൻ തീർക്കും. കൊല്ലാതെ ഞാൻ വിടില്ല, അവനെ വിടില്ല. ഞാൻ ജീവനായി കണ്ട എന്റെ പ്രഭുവിനെ ഈ അവസ്ഥയിലാക്കിയ ആ അർജുനെ ഒരു കാലത്തും ഞാൻ മാപ്പ് കൊടുത്ത് വെറുതെ വിടുകയില്ല. അവനെ ഉറപ്പായിട്ട് ഞാൻ കൊന്നിരിക്കും. അവന്റെ ജീവൻ എടുക്കാൻ വേണ്ടി എനിക്ക് ഒരു നിമിഷം മതി. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഓരോ നിമിഷവും ക്ഷമയോടെ കാത്തിരുന്നത് ഗുരുദേവാ. മുത്തശ്ശി. വേണ്ട മോളെ, അങ്ങോട്ട് കൊടുക്ക്. ചിറ്റേ കുടിക്ക്. ഏട്ടാ വേണ്ട. ആദിത്യ, ഇന്നലെ രാത്രി അവര് രണ്ടുപേരും ഗരുഡമലയ്ക്ക് പോയത്. ഇതുവരെയും വന്നുമില്ല. എന്താ പറ്റിയതെന്നും അറിയില്ല. അമ്മേ, അവര് പോയ സ്ഥലത്തേക്ക് നമുക്കും ഒന്ന് പോയി നോക്കാം അമ്മേ. ആദിത്യ, ദയവ് ചെയ്ത് ഞങ്ങളെ അവിടേക്ക് ഒന്ന് കൊണ്ടുപോ മോനെ. അവിടെ അവർക്ക് എന്താ പറ്റി, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ എനിക്കൊന്ന് അറിയണം. ഇത്രയും പറഞ്ഞിട്ട് എന്താ മിണ്ടാതെ നിൽക്കുന്നേ? അപ്പച്ചി, എന്തൊക്കെ സംഭവിച്ചാലും അവർ തിരികെ എത്തുമെന്ന് ഭവാനി മെസ്സേജ് അയച്ചതല്ലേ? അത് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പൊ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവാനില്ല. വാ ആദിത്യ, നമുക്ക് പോകാം. എന്റെ മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറമാ. അമ്മേ, ഒന്ന് പറയേ. വാ ആദിത്യ, നമുക്ക് പോകാം. വാ മോനെ, നമുക്ക് പോകാം. ഭവാനി,
ഭവാനി, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ? മോളെ, നാഗമാതാവ് അങ്ങോട്ട് വന്നായിരുന്നോ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങൾ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? പറ മക്കളെ. ഇല്ല മുത്തശ്ശി. ഞാൻ വിചാരിച്ചതൊന്ന്, അവിടെ സംഭവിച്ചത് മറ്റൊന്നാ. എന്താ നടന്നത് ഭവാനി? എന്തു പറ്റി? പറ. നാഗമാതാവിന് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് നാഗമാതാവിന് എത്താൻ കഴിയില്ലെന്നറിഞ്ഞിട്ടാ അവിടെ മായകൾ പ്രവർത്തിച്ചത്. മായം ചെയ്തെന്നോ? എന്താ സംഭവിച്ചത്? നാഗദേവതയ്ക്ക് ഞങ്ങൾ എവിടെയുണ്ടെന്നുള്ള വിവരം അറിഞ്ഞുവെന്ന് പറഞ്ഞ് അളിയ എന്നെ വിളിച്ചിരുന്നില്ലേ? ഞാൻ അളിയനുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ര വലിയ മായയാണ് അവിടെ നടന്നത്. നാഗമാതാവിന് അങ്ങോട്ട് വരാൻ കഴിയാത്തത് കൊണ്ടാ അങ്ങനെ ഒരു മായ കാണിച്ചത്. പക്ഷെ അവർക്ക് അങ്ങോട്ട് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുമായിരുന്നെന്ന് പറയാൻ കഴിയില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നതല്ലേ, ഞാൻ പറയുന്നത് ആരും അനുസരിക്കുന്നില്ല. എന്തോ ഭാഗ്യം കൊണ്ടാ നിങ്ങൾ രണ്ടുപേരും ജീവനോടെ തിരികെ വന്നത്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ അപ്പച്ചി വിഷമിക്കാതിരിക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. ദൈവങ്ങളോട് മനസ്സുരുകി പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം കൊണ്ടാ നാഗമാതാവിനെ എതിർത്ത് ഞാൻ എന്റെ ഭർത്താവിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രശ്നത്തിനും ഞാൻ എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും അപ്പച്ചി. എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. അപ്പച്ചി വിഷമിക്കാതിരിക്ക. ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് വിശ്വാസം വരില്ല മോളെ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ട് എനിക്ക് എനിക്ക് അമ്മേ, അമ്മേ, അമ്മ പ്ലീസ് അമ്മേ, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. നോക്കമ്മേ, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. കരയാതെ. അമ്മേ, നാഗദേവതയ്ക്ക് മായ മാത്രമല്ലേ ചെയ്യാൻ സാധിച്ചുള്ളൂ, എന്നൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. എന്ന് വെച്ചാ ഭവാനി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ എന്നെ വന്ന് രക്ഷിച്ചൊന്നുമല്ലേ അതിൻ്റെ അർത്ഥം? ഇനി അങ്ങോട്ട് എനിക്ക് ഒന്നും സംഭവിക്കില്ല. പ്ലീസ് അമ്മ ഹാപ്പി ആയിട്ടിരിക്കെ. നിങ്ങളുള്ള സ്ഥലത്തേക്ക് നാഗമാതാവിന് എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിന് തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ പോകുന്നില്ല. ഭവാനി, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾ ഒരുപാട് ടയർഡായിട്ടുണ്ട്. ആദ്യം റൂമിലേക്ക് ചെല്ല. അർജുനെ കൂട്ടിക്കൊണ്ടുപോ. എന്തൊക്കെയാ ഇത്? മൈ ഡിയർ കുട്ടിച്ചാത്ത സിനിമയിൽ കാണുന്ന പോലെ അവിടെ മായാജാലം നടന്നോ? ഉറപ്പായിട്ടും അത് നാഗദേവതയുടെ മായാജാലം തന്നെയാ. അവിടെ വെച്ച് ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായെങ്കിൽ
ഇനി ഒരു സ്ഥലത്തും വെച്ച് അവരുടെ ശാന്തി മുഹൂർത്തം നടക്കാനേ പോകുന്നില്ല. കോമഡി സിനിമയിലെ പോലെ നടന്നേ, എന്നിട്ടും എന്തോ ഹൊറർ സിനിമ കണ്ട പോലെയാണല്ലോ മുഖഭാവം. ഇത് നമ്മൾ ശരിക്കും സന്തോഷിക്കേണ്ട കാര്യമല്ലേ? അവർക്ക് നടക്കേണ്ട ശാന്തി മുഹൂർത്തം നാഗമാതാവ് തടഞ്ഞാലും അവര് രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്ത് ആ അർജുനെ കൊന്നുകളയണം. അവൻ തീർന്നു കിട്ടിയാൽ പിന്നെ ഒരു പ്രശ്നവും അതിനുശേഷം ഉണ്ടാവില്ല. ഇപ്പൊ എന്ത് ചെയ്താലും എല്ലാരും നമ്മളെ ആയിരിക്കും സംശയിക്കുക. നാഗമാതാവ് എത്ര തവണ അർജുനെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ആ ഭവാനി അതിന് തടസ്സമായി വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നാഗമാതാവ് എന്തുമായ കാണിച്ചിട്ടായാലും അർജുനെ കൊന്നിരിക്കും. അതുകൊണ്ട് ആ അർജുൻ എങ്ങനെ മരിച്ചാലും എല്ലാവർക്കും നാഗമാതാവിനെയാവും സംശയം. നമ്മളെ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. നിങ്ങള് പറഞ്ഞതിലും കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അവനെ അങ്ങ് കൊല്ലാൻ പോവാ. അവനെ എങ്ങനെ കൊന്നുകളയണമെന്ന് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് നീ എത്ര നേരം ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും? മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഭവാനിക്കും അർജുനും ഒന്നും സംഭവിച്ചില്ലല്ലോ. അവർ രണ്ടുപേരും ഇപ്പൊ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. നീ വേറൊന്നും ആലോചിക്കണ്ട, വിഷമിക്കണ്ട മോളെ. നമസ്കാരം അമ്മേ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. നമസ്കാരം. നമസ്കാരം. എന്തുപറ്റി പെട്ടെന്ന് വരാൻ? എന്റെ സഹോദരിയുടെ സീമന്തം ചടങ്ങ് നടക്കുക. കുങ്കുമം തൊടിയിക്കാൻ വന്നതാ. നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവണം. വൈകിട്ട് എല്ലാവരും വരണം. ഉറപ്പായിട്ടും വരാം. ശരി. ഒന്ന് നിന്നേ. എന്റെ മോളെയും കൗസല്യയും പൊട്ടുവെച്ച് ക്ഷണിച്ചതല്ലേ? എന്റെ കൊച്ചുമോളെ മാത്രം പൊട്ടുവെച്ച് ക്ഷണിക്കാതെ നിങ്ങളെന്താ പോയത്? ക്ഷമിക്കണം അമ്മേ, ഭവാനി വരാൻ പാടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്താ ഭവാനിയെ വിളിച്ചാല്? ഈ കുടുംബത്തിന്റെ കുലദേവതയായ നാഗമാതാവ് തന്നെ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുക. അത് കല്യാണത്തിന്റെ അന്ന് തന്നെ എല്ലാവരും കണ്ടതാ. നിന്റെ ജാതകത്തിൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാ നിന്റെ ഭർത്താവിന് മൃത്യുദോഷം വന്നത്. അങ്ങനെ ദോഷമുള്ളയാളെ ശുഭകാര്യങ്ങൾക്ക് വിളിക്കുന്നത് അത്ര നന്നല്ല. അതുകൊണ്ടാ വിളിക്കാത്തത്. കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ശാന്തി മുഹൂർത്തം നടന്നില്ലല്ലോ. അത് പെണ്ണിന്റെ ജാതകത്തിൽ പ്രശ്നമുള്ളത് കൊണ്ടല്ലേ?
ശുഭകാര്യങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ ഉള്ളവരെ വിളിച്ചാല് ആ ചടങ്ങ് ശുഭമായിരിക്കില്ല. അങ്ങനെയാ കേട്ടിരിക്കുന്നത്. അതുകൊണ്ടാ വിളിക്കാത്തത്. ക്ഷമിക്കണം മോളെ. അതുകൊണ്ട് ഭവാനി ഒഴികെ ബാക്കി എല്ലാരും വൈകുന്നേരത്തെ ചടങ്ങിന് വരണം. വാ പോകാം. അതെ ചേച്ചി. ചേച്ചി ഒന്ന് ചേച്ചി, ഞാനൊന്ന് പറയട്ടെ. ചേച്ചി നിക്ക്. ചേച്ചി നിക്കാനല്ലേ പറഞ്ഞത്? നിക്കാൻ. നിങ്ങൾ എന്തൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകുന്നത്? വായി തോന്നിയ പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ വിവരമില്ലേ? കുറച്ചൊന്ന് ആലോചിച്ച് സംസാരിച്ചൂടെ? ഇങ്ങനെയാണോ ഒരാൾ ക്ഷണിക്കാൻ വരുന്നത്? അവരെന്തൊക്കെ പറഞ്ഞു നീ കേട്ടല്ലേ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? അത് വിട്ടുകളയാൻ പറഞ്ഞില്ലേ? അമ്മേ, നിങ്ങൾ പോയിട്ട് വരൂ പ്ലീസ്. ഭാനി, നീ എന്തിനാ അവരെ പോകാൻ പറഞ്ഞു? അവര് സംസാരിച്ച നീയും കേട്ടല്ലേ? വിട്ടുകളയ അർജുൻ. ഭാനി, നിന്നെ കുറിച്ച് അവരിതെല്ലാം പറഞ്ഞത്. വായി വന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവരുണ്ടല്ലോ. ഞാനൊന്ന് പറയട്ടെ, ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആക്ച്വലി അവര് ഒന്ന് നിർത്ത അർജുൻ. ഞാൻ പറയുന്നത് എന്താ നിനക്ക് മനസ്സിലാവാത്തത്? അവര് വീട്ടുകളെ പോലെ എന്തൊക്കെയോ വായി വന്നതൊക്കെ പറഞ്ഞു എന്ന് വെച്ച് നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കാതെ മോളെ. എതിർത്ത് നിൽക്കുന്നവരെന്ത് ചിന്തിക്കുമെന്ന് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഭവാനി. അവരെന്ത് ചിന്തിച്ചാലും അത് നമ്മെ ബാധിക്കില്ലല്ലോ. ഭവാനി, അവരുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് മറച്ചു പിടിക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്തവരാ. നീ കാര്യാക്കണ്ട. ഏട്ടാ, നിങ്ങൾ ആരും ഇതോർത്ത് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു രീതി നോക്കിയാ അവര് പറഞ്ഞത് സത്യമല്ലേ? അവരങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമൊക്കെ എങ്ങനെ പുറത്തു കിടക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് തന്നെ. ആ രീതിയിൽ നോക്കിയാ അവരെനിക്ക് വലിയ സഹായമാണ് ചെയ്തത്. ഇതില് സങ്കടപ്പെടേണ്ട ഒരാവശ്യവുമില്ല. അവര് പറഞ്ഞതില് എന്ത് തെറ്റാ ഉള്ളത്? അതോർത്ത് ആരും സങ്കടപ്പെടേണ്ട. അവര് പറഞ്ഞതൊക്കെ ഇപ്പൊ തന്നെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. എല്ലാവരും സന്തോഷമായിട്ടിരിക്ക. ഭവാനി, ഭവാനി, ഭവാനി. ഞങ്ങൾ ഇനിയും മാറിയില്ലേ മകളെ? ഇപ്പൊ എനിക്ക് വേദനകൾ പ്രശ്നമില്ല ഗുരുദേവ. എന്റെ പ്രഭുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കാനും ഞാനിപ്പോ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പൊ അതാണ് എന്റെ ചിന്ത. ഇനി ഒരു തവണ കൂടെ എനിക്കിതിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ തോറ്റതായി സ്വയം മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിയേണ്ടി വരുമോ ഗുരുദേവ? ഇത് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് എന്നോട് കഠിനമായ വെറുപ്പ് തോന്നുന്നു ഗുരുദേവ. വിജയമെന്നത് നമ്മുടെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ലഭിക്കണമെന്നില്ല. ചില സമയം അത് കഠിനമായ പരിശ്രമം കൊണ്ട് ലഭിക്കും. ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ബുദ്ധിസാമർഥ്യം മാത്രം പോര മകളെ. ചില കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനും ചിലതൊക്കെ നേടിയെടുക്കുന്നതിനും കുറെയൊക്കെ നമ്മൾ ക്ഷമിക്കേണ്ടതുണ്ട്. അങ്ങ് പറഞ്ഞത് ശരിയാണ് ഗുരുദേവ. പക്ഷെ എന്റെ പ്രഭുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ക്ഷമയോടെ ഇരിക്കാനുള്ള സമയം നമുക്കില്ലല്ലോ. സത്യമാണ്. അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന സമയം കളയാതെ ചില അവസരങ്ങൾ നമ്മൾ സ്വന്തമായി സൃഷ്ടിക്കണം. ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ
നമുക്ക് ആവശ്യത്തിന് സമയമില്ലാത്തതുകൊണ്ട് നിനക്ക് ഓരോ നിമിഷവും എണ്ണപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ്. നീ ഇവിടെ തന്നെ ഇരുന്നാൽ നീ പ്രതീക്ഷിക്കാത്ത ഏതോ ഒരു സമയത്ത് നിനക്ക് കാര്യങ്ങൾ അനുകൂലമാകാൻ സാധ്യതയുണ്ട്. അതുപോലുള്ള അവസരം വരുമ്പോൾ നീ ഒരു നിമിഷം പോലും പാഴാക്കാതെ അതിനെ നന്നായി പ്രയോജനപ്പെടുത്തണം. അങ്ങ് പറഞ്ഞത് ശരിയാണ് ഗുരുദേവ. ഒരു ജീവൻ ഉണ്ടായി വരുന്നതിന് വേണ്ടി നിമിഷങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളും വേണ്ടി വരുന്നു. എന്നാൽ അതേ ജീവൻ തിരികെ എടുക്കാൻ വേണ്ടി ഒരേ ഒരു നിമിഷം മതി. ക്ഷമിക്കണോ അമ്മേ, ഭവാനിയെ വിളിക്കാൻ പാടില്ലാത്തത് കൊണ്ടാ വിളിക്കാത്തത്. നിന്റെ ജാതകത്തിൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടല്ലേ നിന്റെ ഭർത്താവിന് മൃത്യുദോഷം വന്നത്. കഷ്ടനഷ്ടങ്ങളൊക്കെ ഉള്ളവരെ ശുഭകാര്യത്തിന് വിളിച്ചാ ആ ചടങ്ങ് ശുഭകരമാവില്ല. എന്താ ആലോചിക്കുന്നത് അർജുൻ? പറയ അർജുൻ. നിന്നെ പറ്റി ആലോചിക്കുന്നു. എന്നെ കുറിച്ചോ? എന്ത് കാര്യം ആലോചിക്കുന്നേ? ഞാൻ കാരണമല്ലേ നീ എല്ലായിടത്തും നാണം കേട്ടോണ്ടിരിക്കുന്നത്. രാവിലെ അവർ സംസാരിച്ചതൊക്കെ കേട്ടപ്പോ എനിക്ക് വളരെ വിഷമം തോന്നി. ക്ഷമിക്കണം അമ്മേ, ഭവാനിയെ വിളിക്കാൻ പാടില്ലാത്തത് കൊണ്ടാ വിളിക്കാത്തത്. നിന്റെ ജാതകത്തിൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടല്ലേ നിന്റെ ഭർത്താവിന് മൃത്യുദോഷം ഉണ്ടായത്. അവരെന്തോ അറിയാതെ മറ്റും പറഞ്ഞതായിരിക്കും അത്. ആ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നീ എന്തിനാ വിഷമിക്കുന്നത് അർജുൻ? അതൊരു ചെറിയ കാര്യമല്ല ഭവാനി. അവരപ്പോ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ ഇയാൾ എത്ര വിഷമിച്ചു എന്ന് ഞാൻ കണ്ടതാ. ഞാൻ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ച് ആ വിഷമം ഇയാൾ പുറത്ത് കാണിക്കുന്നില്ല. അതും നന്നായിട്ട് എനിക്കറിയാം. ഇങ്ങോട്ട് നോക്ക് അർജുൻ, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മളെ പോലുള്ളവര് നമ്മുടെ കരിയറിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ലൈഫ് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യണം. നമ്മുടെ ഫാമിലി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ആരോടൊക്കെ എങ്ങനെ നിൽക്കണം, ആർക്കൊക്കെ സഹായം ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. എല്ലാവരും നമ്മളെ പോലെ ആയിരിക്കില്ലല്ലോ അർജുൻ. വലിയ വലിയ പഠിപ്പുള്ള ആൾക്കാരും സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവരും ഹയർ ഒഫീഷ്യൽ പൊസിഷനിലുള്ളവർ പോലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു പോലും ഓർക്കാതെ ഇതുപോലെ ബിഹേവ് ചെയ്യും.